ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞു കിടക്കുന്ന കഥകൾ, ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ, ഭയവും കൗതുകവും ചേർന്ന് ജീവിക്കുന്ന ഒരു ലോകം. സ്വാഗതം ഗ്രിം ടെയിൽസിലേക്ക്. 2018 ജൂലൈയിൽ ഡൽഹി ഒരു ദിവസം ഭീകര സ്വപ്നത്തോടെ ഉണർന്നു. ഒരു കുടുംബത്തിലെ 11 പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുമ്പു ജാലകത്തിൽ തൂങ്ങിക്കിടക്കുന്നു, കണ്ണുകൾ മൂടിയിരിക്കുന്നു, വായ അടച്ചിരിക്കുന്നു, കൈകളും കാലുകളും കെട്ടിയിരിക്കുന്നു. ഇതൊരു കൂട്ട ആത്മഹത്യയാണോ, അതോ ഒക്കൽ ചടങ്ങോ, അതോ അതിനും അതീതമായൊരു രഹസ്യമോ? രാജസ്ഥാനിൽ നിന്നും ബുരാരിയിലേക്ക് കുടിയേറി താമസിച്ച കുടുംബമായിരുന്നു അവരുടേത്. ഇവർക്ക് സ്വന്തമായൊരു പ്ലൈവുഡ് ബിസിനസ് ഉണ്ടായിരുന്നു. സാമ്പത്തിക സ്ഥിരതയും സമൂഹത്തിൽ മാന്യരുമായ ഒരു സാധാരണ കുടുംബം. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം 77-കാരിയായ നാരായണി ദേവിയായിരുന്നു. അവർക്ക് പ്രതിഭ എന്നൊരു മകൾ ഉണ്ടായിരുന്നു. പ്രതിഭയ്ക്ക് ലളിത്, ഭവനീഷ് എന്നീ 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ഭാര്യമാരും കുട്ടികളും ഉൾപ്പെടുന്ന 11 അംഗ കുടുംബമായിരുന്നു ബുരാരി ഫാമിലി. 2018 ജൂലൈ 1-ാം തീയതി കട തുറക്കാത്തത് കണ്ട് അയൽവാസികൾ സംശയം പ്രകടിപ്പിച്ചു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. 10 മൃതദേഹങ്ങൾ ഒരേ രീതിയിൽ ഇരുമ്പു ജാലകത്തിൽ തൂങ്ങി വൃത്താകൃതിയിൽ കിടക്കുന്നു. 11-ാമത്തെ മൃതദേഹം നാരായണി ദേവി മറ്റൊരു മുറിയിൽ നിലത്ത് കിടക്കുന്നു. ആ ദൃശ്യം വളരെ വിചിത്രമായിരുന്നു. കണ്ണുകൾ മൂടി, വായ ഒട്ടിച്ച്, കൈകാലുകൾ കെട്ടി, ചെവിയിൽ പഞ്ഞി നിറച്ച്, മുഖം ഭാഗികമായി മൂടിയ അവസ്ഥയിലായിരുന്നു അത്. ഓരോരുത്തരുടെയും കീഴിൽ ചെറിയ സ്റ്റൂൾ ഉണ്ടായിരുന്നു. ആദ്യം പോലീസ് കരുതിയത് ഇതൊരു കൊലപാതകമാണെന്നാണ്. പക്ഷെ വീട്ടിൽ ബലമായി കയറിയതിനോ ബലം പ്രയോഗിച്ചതിനോ യാതൊരുവിധ തെളിവുകളുമില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ മരണപ്പെട്ടവരുടെ ഡയറി കണ്ടെടുത്തു. അതിൽ പലതും 11 വർഷമായി എഴുതിയവയായിരുന്നു. ഡയറി കുറിപ്പുകളിൽ വിമോചനത്തിനായുള്ള ചടങ്ങുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. തൂങ്ങുന്ന രീതികൾ, കണ്ണും കൈകാലുകളും കെട്ടുന്നതിനെ പറ്റി, മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്ന പലതരം നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഡയറിയിൽ ഉൾപ്പെട്ടിരുന്നു. മൃതദേഹങ്ങൾ കണ്ട നിലയും കുറിപ്പുകളിലെ നിർദ്ദേശങ്ങൾ തമ്മിലും ഒട്ടും വ്യത്യാസമില്ലായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുടുംബം കയറുകളും സ്റ്റൂളും വാങ്ങുന്നത് വളരെ സമാധാനത്തോടെയാണെന്ന് കണ്ടെത്തി. കുടുംബത്തിലെ ചെറുമകനായ ലളിത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ആളായിരുന്നു. ഒരു ആക്സിഡന്റിന് ശേഷം അവൻ ഏറെ ട്രോമ അനുഭവിച്ചിരുന്നു. ചിലപ്പോൾ ഭ്രമങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഡയറി കുറിപ്പുകളിൽ നിന്നും ലളിതിന്റെ മരിച്ചുപോയ പിതാവ് തന്നെ നിയന്ത്രിക്കുന്നതായും തന്നോട് സംസാരിക്കുന്നതായും നിർദ്ദേശങ്ങൾ നൽകുന്നതായും എഴുതിയിരുന്നു. പതുക്കെ കുടുംബം മുഴുവനും ലളിതിന്റെ ഈ വിശ്വാസങ്ങളെ പിന്തുടരാൻ ആരംഭിച്ചു. ഡയറിയിൽ അവസാനമായി എഴുതിയിരുന്നത്, ചടങ്ങ് പൂർത്തിയായാൽ ഞാൻ പ്രത്യക്ഷപ്പെടും, നിങ്ങളെ രക്ഷിക്കും എന്നായിരുന്നു. അതിനാൽ അവരിത് അപകടകരമായി കണക്കാക്കിയില്ല, മറിച്ച് ദൈവിക രക്ഷ നേടാനുള്ള ഒരു ചടങ്ങായി കണ്ടു. യഥാർത്ഥത്തിൽ ഇതൊരു ഷേർഡ് സൈക്കോസിസ് ആയിരുന്നു. ഒരാളുടെ ഭ്രമം മുഴുവൻ കുടുംബവും വിശ്വസിച്ച അവസ്ഥ. എന്നാൽ തങ്ങൾ മരിക്കുമെന്ന് അവർ കരുതി കാണില്ല. ആദ്യമൊക്കെ ലളിത് നിർബന്ധിച്ചതാകാമെന്ന കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കയർ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അതിനെയൊക്കെ നികത്തി. ഒരുപാട് അഭ്യൂഹങ്ങളും സിദ്ധാന്തങ്ങളുമായി ആളുകൾ വന്നു. പക്ഷെ ഒന്നിനും വ്യക്തമായൊരു എവിഡൻസ് ഇല്ലായിരുന്നു. മറുപടി ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് 11 പേരും ഒരുമിച്ചനുസരിച്ചത്? ഒരാൾക്ക് പോലും സംശയം തോന്നിക്കാണില്ലേ? ചടങ്ങ് രക്ഷിക്കാനായിരുന്നെങ്കിൽ പിന്നെ എല്ലാവരും മരിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ ലളിത് വഞ്ചിച്ചതായിരിക്കുമോ? ചില ബന്ധുക്കൾക്ക് ഇന്നും ഈ മരണത്തിൽ സംശയങ്ങളുണ്ട്. ഇന്ത്യ മുഴുവൻ ഞെട്ടിയ ഈ സംഭവത്തിന് ശേഷം ആ വീടിനൊരു പേര് കിട്ടി, ദ ഹൗസ് ഓഫ് സീക്രട്സ്. നെറ്റ്ഫ്ലിക്സ് പിന്നീട് ഇതൊരു ഡോക്യുമെന്ററി ആയി പുറത്തുവിട്ടു, ഹൗസ് ഓഫ് സീക്രട്സ്, ദ ബുരാരി ഡെത്ത്സ്. ഇപ്പോഴും ആ വീട് ഒരു ഭീതിജനകമായ സ്ഥലമായി നിലകൊള്ളുന്നു. വിശ്വാസമോ, മാനസിക രോഗമോ, അതുമല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ? ബുരാരി മരണങ്ങൾ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ഭീതിജനകമായ ദുരൂഹതകളിൽ ഒന്നായി തുടരുന്നു. നിങ്ങൾ ഇതിലേതാണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.